മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ശരീരത്തിൽ അഴുകൽ പ്രക്രിയ ആരംഭിക്കുന്നു. ശരീരമാസകലം സംഭവിക്കുന്ന പ്രവൃത്തിയാണിത്. ബാഹ്യ ആന്തര അവയവങ്ങളെല്ലാം ജീർണിക്കുന്നു. ഹൃദയവും ശ്വാസകോശവും തലച്ചോറും എല്ലാം അഴുകി ദ്രവിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ടുതന്നെ ഇതൊക്കെ സംഭവിക്കും. ഒരു ശരീരം ജീർണിച്ച് എല്ലു മാത്രമാവാൻ 1 വർഷം മതിയാകും. എല്ലുകളും പല്ലുകളും പിന്നാലെ ദ്രവിക്കും. തുറസായ പരിസ്ഥിതിയിൽ ജീർണിക്കൽ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന പെട്ടിയിലടക്കം ചെയ്തിരിക്കുന്ന ശരീരങ്ങളിൽ 1 വർഷം ഏകദേശം എടുക്കും. വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന മൃതദേഹ പരിശോധനയിൽ സ്വാഭാവിക മരണകാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നു തന്നെ പറയാം. വെടിയുണ്ടയേറ്റുള്ള മരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ആയുധം കൊണ്ട് എല്ലുകളിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചറിയാൻ സാധിച്ചേക്കും. അതും എല്ലുകൾ ദ്രവിച്ചു പോയില്ലെങ്കിൽ മാത്രം. എല്ലുകളുടെ രാസപരിശോധനയിൽ നിന്ന് വിഷം ഉപയോഗിച്ചുള്ള ചില മരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കാം. എല്ലാ വിഷങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുമില്ല. ആഴ്സനിക് പോലുള്ള ഹെവി മെറ്റലുകൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഒതളങ്ങ, സൈനൈഡ് തുടങ്ങിയ വിഷങ്ങളാണെങ്കിൽ പ്രായോഗികമായി കണ്ടുപിടിക്കാൻ ഒട്ടും എളുപ്പമല്ല. പോസ്റ്റ്മോർട്ടങ്ങളെ പ്രധാനമായും 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 1. ഫോറൻസിക് ഓട്ടോപ്സി. ഒരു മരണത്തിന്റെ വ്യക്തമായ കാരണങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടങ്ങളുടെ ഉദ്ദേശം. നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൊലപാതകം, അപകടം, സംശയാസ്പദമായ സാഹചര്യങ്ങളിലെ മരണം, ആത്മഹത്യ തുടങ്ങിയവയിലാണ് ഈ രീതി ഉപയോഗിക്കുന്നത്. 2. ക്ലിനിക്കൽ ഓട്ടോപ്സി. ഒരു വ്യക്തിയുടെ മരണത്തിന് നിദാനമായ രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിനായാണ് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. 3. അക്കാഡമിക് ഓട്ടോപ്സി. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പോസ്റ്റ്മോർട്ടമാണിത്. 4. വെർച്വൽ ഇമേജിംഗ് ഓട്ടോപ്സി. ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിച്ച് ശരീരം കീറിമുറിക്കാതെ ചെയ്യുന്ന ഓട്ടോപ്സിയാണിത്. ഇന്ത്യയിൽ നടത്തപ്പെടുന്ന പോസ്റ്റ്മോർട്ടം പരിശോധനകളിൽ ഭൂരിഭാഗവും ഫോറൻസിക് ഓട്ടോപ്സി വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും മറ്റു മാറ്റങ്ങളിൽ നിന്ന് പ്രായം, ശരീരം ഛിന്നഭിന്നമായിട്ടുണ്ടെങ്കിൽ പോലും അസ്ഥികളിൽ നിന്ന് ആളുടെ ഉയരം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഫോറൻസിക് സർജന് സാധിക്കും. പണ്ട് ചെയ്തിട്ടുള്ള ശസ്ത്രക്രിയകളുടെ തെളിവുകൾ, പച്ചകുത്തിയതിന്റെയും മറ്റും വിവരണം, പുകവലി, മുറുക്ക് തുടങ്ങിയ ശീലങ്ങൾ എന്നിവയെല്ലാം ശരീരത്തിൽ തെളിവുകൾ അവശേഷിപ്പിക്കും. ശരീരത്തിലെ തഴമ്പുകളിൽ നിന്ന് ജോലി, മതവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും സൂചനകൾ ലഭിക്കും. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആന്തരിക അവയവങ്ങൾ, രക്തം, ആഹാരാവശിഷ്ടങ്ങൾ തുടങ്ങിയവയുടെ സാമ്പിളുകൾ വിശദമായ ഫോറൻസിക് പരിശോധനകൾക്കായി എടുക്കാറുണ്ട്. ഈ പരിശോധനാ റിപ്പോർട്ടുകളുടെയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന അവസരത്തിൽ പാത്തോളജിസ്റ്റ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നിയമപരമായ പ്രക്രിയകൾ ഉൾപ്പെടുന്ന എല്ലാ കേസുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തലയോട്, നെഞ്ച്, ഉദരം എന്നിവയുടെ തുറന്നുള്ള പരിശോധനകൾ മിക്കവാറും എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളുടെയും ഭാഗമാണ്. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയ മൃതദേഹം അതിനുശേഷം ഭംഗിയായി തുന്നിച്ചേർത്ത് പൊതുദർശനത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതും പോസ്റ്റ്മോർട്ടം പ്രക്രിയയുടെ ഭാഗമാണ്. പോസ്റ്റ്മോർട്ടത്തിനായി ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ മൃതദേഹം ലഭിച്ച സ്ഥലത്തു നിന്നുള്ള സാഹചര്യ തെളിവുകൾ, മറ്റു ബന്ധപ്പെട്ട വസ്തുക്കൾ ഇവയൊക്കെ പോലീസ് വിഭാഗം ശേഖരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഉതകാവുന്ന തെളിവുകൾ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവ നഷ്ടമാകാത്ത രീതിയിൽ ശരീരം ഒരു പ്രത്യേക ബാഗിനുള്ളിൽ നിക്ഷേപിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവുക. കേരളത്തിലെ സർക്കാർ ഉത്തരവനുസരിച്ച് എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ നടത്തണം എന്ന് വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാത്രി സമയത്ത് കൃത്രിമ വെളിച്ചത്തിന്റെ സഹായത്തോടെയും പോസ്റ്റ്മോർട്ടം അനുവദിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൽ തന്നെ ഓട്ടോപ്സി ചെയ്യണമെന്ന നിബന്ധനയുണ്ട്. കാരണം മഞ്ഞപ്പിത്തം, ഓക്സിജനേഷൻ കുറയുന്നതുമായി ബന്ധപ്പെട്ട ശരീരത്തിന്റെ നീലിമ, അതായത് സൈനോസസ്, ക്ഷതങ്ങൾ എന്നിവ വ്യക്തമായും തനത് നിറത്തിൽ തന്നെ കാണാൻ സാധിക്കണം എന്നതുകൊണ്ടാണ് ഈ നിബന്ധന. ക്ഷതങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആരായാലും നിരീക്ഷണങ്ങൾ ഒരുപോലെയാകണം എന്ന ശാസ്ത്രതത്വം മാനിച്ചാണ് സൂര്യവെളിച്ചത്തെ ആശ്രയിക്കുന്നത്. മാത്രവുമല്ല, ചില സ്ഥലങ്ങളിലെങ്കിലും മരണം നടന്ന സ്ഥലത്തിനടുത്തു വെച്ച് തന്നെ ഓട്ടോപ്സിയും ചെയ്തു തീർക്കാറുണ്ട്. ഓട്ടോപ്സിക്കുള്ള സ്ഥിരം സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ മറകെട്ടി അവിടെ വെച്ചു തന്നെ ചെയ്യാറുണ്ട്. സാഹചര്യ തെളിവുകളും വസ്തുവകകളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇത് സഹായകമാണ്. സൂര്യപ്രകാശത്തിന്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് ഓട്ടോപ്സി മുറികളുടെ മച്ചിൽ കണ്ണാടി വെച്ച് സൂര്യവെളിച്ചത്തെ കടത്തിവിടാൻ സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ
ഇന്ന് ട്യൂബ് ലൈറ്റ് പോലെ സർവ്വസാധാരണമായ പ്രകാശ സ്രോതസ്സുകൾ ഉപയോഗിച്ചും ഓട്ടോപ്സി ചെയ്യാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്ന മുറികളുടെ ഭിത്തികളിൽ കാണാവുന്ന ഒരു ചുവരെഴുത്ത് ഇങ്ങനെയാണ്: "This the place where death rejoices to help those who live." അഥവാ മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സ്ഥലം. ഇതിൽ പറയുന്നതുപോലെ തന്നിൽ അവശേഷിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മൃതശരീരവും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പാത്തോളജിസ്റ്റിനോട് നിശബ്ദമായി സംവദിക്കുന്നു. എന്നാൽ ഇന്ന് മുറിവുണ്ടാക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം സാധ്യമാകുമെന്ന വിദേശ പാഠം ഇന്ത്യയും പകർത്തിയെഴുതുകയാണ്. കത്രിക പാടുകളില്ലാതെ ശരീരത്തിനുള്ളിലെ സൂക്ഷ്മചിത്രങ്ങൾ പകർത്താൻ ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്ന വിദ്യയാണ് വെർച്വൽ ഓട്ടോപ്സിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേക ബാഗിൽ പൊതിഞ്ഞ് CT സ്കാൻ മെഷീനിലേക്ക് കടത്തിവിടുന്ന മൃതദേഹത്തിൽ നിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ചിത്രങ്ങൾ ലഭിക്കും. ശരീരത്തിലെ ആന്തരിക രക്തസ്രാവം മുതൽ മറഞ്ഞുകിടക്കുന്ന മുറിവുകൾ വരെ ഈ ചിത്രങ്ങളിലൂടെ പകർത്താൻ കഴിയും. ചിത്രങ്ങളുടെ സൂക്ഷ്മ പരിശോധന വഴി പോസ്റ്റ്മോർട്ടം നടത്താനും കഴിയുന്നു. എന്താണ് നേട്ടം? മൃതദേഹം കീറി മുറിക്കാതെ തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധന സാധ്യമാകുമെന്നതു മാത്രമല്ല, മറ്റു ചില നേട്ടങ്ങൾ കൂടിയുണ്ട് വെർച്വൽ ഓട്ടോപ്സിക്ക്. അതിലൊന്ന്, പോസ്റ്റ്മോർട്ടം മിനിറ്റുകൾക്കുള്ളിൽ തീരുമെന്നതാണ്. 3 മുതൽ 10 മിനിറ്റുകൾ കൊണ്ട് വെർച്വൽ ഓട്ടോപ്സി നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നത് വിദഗ്ധർ പറയുന്നു. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് കുറഞ്ഞത് 1 മണിക്കൂർ വേണം. പ്രത്യേക ശ്രദ്ധ വേണ്ട കേസുകളിൽ അത് 2-3 ദിവസം വരെ എടുക്കാം. വിദഗ്ധനായ പരിശോധകന്റെ ലഭ്യത ഉൾപ്പെടെ കാരണങ്ങളാണ് ഇത് നീണ്ടുപോകാൻ കാരണം. എന്നാൽ വെർച്വൽ ഓട്ടോപ്സിയിൽ ശേഖരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കാനുള്ള സമയവും ആളും മതിയാവും. മെഡിക്കൽ ലീഗൽ കേസുകളിലും കോടതി നിർദ്ദേശപ്രകാരവും പുനഃപരിശോധന ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ പിന്നെയും സൂക്ഷ്മ പരിശോധന സാധ്യമാകുമെന്നതാകും നേട്ടം. വിവരങ്ങൾ ഡിജിറ്റൽ രേഖയായി കാലങ്ങളോളം സൂക്ഷിക്കാമെന്നതും ഇത്തരം സങ്കീർണ കേസുകളിൽ സഹായകരമാകും. പരമ്പരാഗത നേത്ര പരിശോധനയിൽ കാണാത്ത കാര്യങ്ങളും മുറിവുകളും വരെ ഇമേജിംഗ് ടെക്നോളജിയിൽ പതിയുമെന്ന സൂക്ഷ്മതയും നേട്ടം. ചുരുക്കത്തിൽ, മനുഷ്യർക്ക് സംഭവിക്കാവുന്ന പിഴവുകൾ ഒഴിവാക്കുകയും ഓട്ടോപ്സിക്ക് പൂർണ്ണത ലഭിക്കുകയും ചെയ്യും. ബന്ധുമിത്രാദികൾ മരിക്കുമ്പോൾ മൃതദേഹ പരിശോധനകൾ ഒഴിവാക്കാൻ നിർഭാഗ്യവശാൽ പലർക്കും പ്രവണതയുണ്ട്. കാരണങ്ങൾ പലതാകാം: സാമൂഹികം, മതപരം, വൈകാരികം മുതലായവ. മൃതദേഹ പരിശോധന വേണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ നീരസം പ്രകടിപ്പിക്കലിൽ തുടങ്ങി പലവിധ സമ്മർദ്ദ തന്ത്രങ്ങൾ കൂടെയുള്ളവർ നടത്തുക പതിവാണ്. ഇത് ചർച്ചയാവുന്ന അവസ്ഥയിലെങ്കിലും നാം അമിത വൈകാരികത മാറ്റിവെച്ച് മൃതദേഹ പരിശോധനയുടെ ശാസ്ത്രീയതയും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി ഓട്ടോപ്സിയോടുള്ള വിമുഖത ഒഴിവാക്കാൻ തയ്യാറാകണം. കൃത്യമായ നിയമപരിപാലനം നടത്തുന്ന സ്ഥലങ്ങളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നിയമപരമായ കർത്തവ്യം എന്നതിലുപരി അതൊരു പ്രതിരോധ പ്രവർത്തനം കൂടിയാണ്. പിന്നീട് നടക്കാൻ സാധ്യതയുള്ള പല മരണങ്ങളും ഒഴിവാക്കാനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.